ഇന്ന് അധികം കയ്പൊന്നുമില്ലാത്ത രീതിയിൽ പാവയ്ക്ക തോരൻ വെച്ചെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക മുറിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തെ കുരു എല്ലാം തന്നെ നീക്കം ചെയ്തെടുക്കണം. പാവയ്ക്ക അരിഞ്ഞത് റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക ആയതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല, എന്നിരുന്നാലും തീരെ കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം ലെവലിൽ എണ്ണ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ പാവയ്ക്കയുടെ കയ്പ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുകയുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് പച്ചമുളകാണ്. ആവശ്യത്തിന് ഉപ്പ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീഡിയം സൈസിലെ ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പാണെങ്കിലും ഒരല്പം കൂടുതൽ ചേരുന്ന ഒരു വിഭവമാണിത്. പാവയ്ക്കയ്ക്ക് കയ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. പാവയ്ക്കയിൽ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഉണ്ടാവും. ചെറിയ തീയിലിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. പാവയ്ക്ക പകുതി വേവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള പാവയ്ക്ക ആയതുകൊണ്ട് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പാവയ്ക്കൊക്കെ ആണെങ്കിൽ 1 പിടി മാത്രം മതിയാകും. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം ആവി വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സമയം ഉപ്പ് നോക്കണം. കാരണം ഈ സമയം പാവയ്ക്കയിൽ നേരിയ വീർപ്പമുണ്ടാകും. അപ്പോൾ ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അടിയിൽ ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക അടിയിൽ ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങും. അതിനർത്ഥം ഇതിലെ ഈർപ്പം എല്ലാം മാറി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ രുചികരമായ പാവയ്ക്ക തോരനാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പ്രത്യേകിച്ച് ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഒട്ടും കയ്പുണ്ടാകില്ല എന്നൊന്നും അവകാശപ്പെടുന്നില്ല. കാരണം പാവയ്ക്കയുടെ സ്ഥായിയായ രുചി എന്ന് പറയുന്നത് കയ്പ് തന്നെയാണ്. ഒരല്പം ഒന്ന് കുറച്ച് വയ്ക്കാം എന്നതൊഴിച്ചാൽ പൂർണ്ണമായും കയ്പ് മാറ്റാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ തേങ്ങയും ഉള്ളിയും കുറച്ച് എണ്ണയും ഒക്കെ ചേരുന്നതുകൊണ്ട്, അതുപോലെ കുറച്ച് ഉപ്പും ഒക്കെ ചേരുന്നതുകൊണ്ട് ഒരല്പം കയ്പ് ഒന്ന് കുറഞ്ഞു നിൽക്കുമെന്ന് മാത്രം. പിന്നെ പച്ച നിറത്തെ പാവയ്ക്ക വെച്ച് നോക്കുമ്പോഴത്തേക്ക് വെള്ള നിറത്തിലെ പാവയ്ക്കയ്ക്ക് കയ്പ് കുറവാണ് പൊതുവേ. കുട്ടികൾക്കൊക്കെ പൊതുവേ പാവയ്ക്ക കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കുറച്ച് കൊടുത്ത് നോക്കിക്കോളൂ. പാവയ്ക്ക തോരൻ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റേതായ രീതി ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്